ഏത് കാര്യത്തിനും തുടക്കം കുറിക്കുന്നതിന് മുൻപ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അത്യാവശ്യമാണ്. ഇത് ആ സംരംഭത്തിന്റെ ഗതിയെ സ്വാധീനിക്കും. എന്തും മംഗളകരമായി പൂർണ്ണതയിൽ എത്തുന്നതിന് വിഘ്നേശ്വരന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. കറുകമാല അർപ്പിക്കുന്നതിലൂടെ അത് നിങ്ങളുടെ എല്ലാ തടസ്സത്തെയും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. കറുക ഗണപതി പൂജകൾക്ക് പ്രധാനമായതിനു പുറകിൽ പുരാണ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ അനലാസുരൻ എന്നൊരു ഭീകരൻ സ്വർഗലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ അസുരന്റെ കണ്ണിൽ നിന്നും പ്രവഹിച്ച തീയിൽപ്പെട്ട് സ്വർഗപുരി ചാമ്പലായി. ഈ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടാൻ ദേവന്മാർ ഗണപതിയെ അഭയം പ്രാപിച്ചു. ഗണപതി അനലാസുരനുമായി യുദ്ധം ചെയ്തു. യുദ്ധവേളയിൽ തന്റെ വിരാട രൂപം പുറത്തെടുത്ത ഗണപതി അസുരനെ വിഴുങ്ങി. എന്നാൽ അസുരന്റെ ദേഹത്തു നിന്നും പ്രവഹിച്ച പ്രചണ്ഡമായ അഗ്നി ഗണപതിയുടെ വയറ്റിൽ ചൂടും അസ്വസ്ഥതകളും ഉണ്ടാക്കി. ഗണപതിയുടെ ദേഹം മുഴുവൻ അപാരമായ ചൂട് അനുഭവപ്പെട്ടു. ഈ അസുരതാപത്തിൽ നിന്നും സംരക്ഷണം നൽകാനായി ചന്ദ്രൻ ഗണപതിയുടെ തലയ്ക്കുമീതെ നിന്ന് തണൽ നൽകി. വിഷ്ണു ഭഗവാൻ തന്റെ താമരപ്പൂവ് നൽകി. ശിവൻ വയറിന് ചുറ്റും ആശ്വാസം നൽകാനായി തന്റെ നാഗത്തെ നൽകി. ഇതൊക്കെ കൊണ്ടും ഗണപതിക്ക് ആശ്വാസം ലഭിച്ചില്ല. ഒടുവിൽ പല ദിക്കുകളിൽ നിന്നുള്ള മഹാമഹർഷിമാർ വന്ന് ഗണപതിക്ക് 21 കറുകപ്പുല്ലുകൾ നൽകി. ഇതോടെ ചൂടിൽ നിന്നും ഗണപതി ഭഗവാന് ആശ്വാസം ലഭിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് തന്നെ കറുകപ്പുല്ലുകൊണ്ട് പൂജിക്കുന്നവരിൽ താൻ പ്രസന്നനാകുമെന്ന് ഗണപതി അനുഗ്രഹം നൽകി. 21 കറുക കൊണ്ടുള്ള പൂജയാണ് ഏറ്റവും മികച്ചത്. ഇത് ഒരുമിച്ചു കെട്ടി വെള്ളത്തിൽ മുക്കി ശുദ്ധമാക്കി ഗണപതിയെ പൂജിക്കണം.